ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്. പക്ഷേ ആ വലിയൊരു ദുരന്തം നമ്മളാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ദുരന്തമാണ് ഇപ്പോൾ ഗീതുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഗീതുവിനെ ഗോവിന്ദന് വിട്ടുകൊടുത്താൽ 1 കോടി രൂപ തരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് പറഞ്ഞു. അവൻ ആ പൈസയും മേടിച്ചോണ്ട് നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് പോയി. കിഷോർ അവിടെ ചെന്ന് ഗീതുവിനോട് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ അതൊന്നും കേട്ടിട്ട് ഗീതു ഒന്നും വിശ്വസിക്കുന്നില്ല. ഗോവിന്ദനും മഹേഷും കൂടെ ഒറ്റക്കെട്ടാണെന്നും അവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് തന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും തോക്ക് നേരെ ചൂണ്ടി അങ്ങനെ ഇനി പറയാൻ പറ്റുന്ന കള്ളങ്ങളെല്ലാം അവൻ പറഞ്ഞു ഒപ്പിച്ചു. പക്ഷെ അതൊന്നും കേൾക്കാൻ ഗീതു തയ്യാറായില്ല. അപ്പൊ ഗീതുവിന് ഗോവിന്ദന്റെ മേൽ അത്രമാത്രം ആ ഒരു ആത്മാർത്ഥതയും അല്ലെങ്കിൽ വിശ്വസ്തതയും ഉണ്ട് എന്നുള്ള കാര്യം നീ പറയണ കിഷോർ മനസ്സിലാക്കി. കിഷോർ എന്നിട്ട് എന്ത് ചെയ്തു? ഗോവിന്ദൻ കുറ്റക്കാരനാണ്, ഗോവിന്ദൻ അങ്ങനെയാണ്, ഗോവിന്ദൻ ഇങ്ങനെയാണെന്നും ഇങ്ങനെ പറഞ്ഞു പിടിപ്പിച്ചോണ്ടേ ഇരിക്കുക. പക്ഷെ അതിന് നമ്മുടെ ഗീതു അതൊന്നും വിശ്വസിക്കാതെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്തായാലും ഗീതു ഇതൊന്നും വിശ്വസിച്ചില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോഴേക്കും ഇവന്റെ ഭാവമൊക്കെ മാറി, ഇവന്റെ ആ ഒരു രീതിയൊക്കെ അങ്ങ് മാറി. ഇവൻ ശരിക്കും ഒരു മനോരോഗിയെ പോലെയായി. അപ്പോഴേക്കും ഗീതു ഇവന്റെ പ്രവൃത്തിയും സംസാരവും എല്ലാം കേട്ട് ഇവൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിക്കുക. ഇവൻ മനോരോഗത്തിന് അടിമയായിരുന്നു എന്ന് പറഞ്ഞത്, ഡിപ്രഷനിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ ഗീതു ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു. അങ്ങനെ ഗീതു ഇതിനെപ്പറ്റി ആലോചനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നപ്പോൾ ഈ ഗീതുവിനെ ഒരു കാമുകൻ എന്ന നിലയ്ക്ക് കയറി പിടിക്കാൻ ചെന്നപ്പോഴേക്കും ഗീതു പറഞ്ഞു, എൻ്റെ കഴുത്തിലൊരു താലി കെട്ടിയതിന് ശേഷം മാത്രമേ ഇതൊക്കെ പാടുള്ളൂ, അതിനു മുന്നേ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് കിഷോർ എന്ന് പറഞ്ഞപ്പോഴേക്കും ഗീതുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി എടുത്ത് കയ്യിൽ പിടിച്ച് ഇത് ഞാൻ കെട്ടിയതാണെന്നങ്ങ് ഓർത്താ പോരെ, എന്നാൽ പിന്നെ പ്രശ്നം തീർന്നോ? തീർന്നില്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗീതു അമ്പരന്ന് പോയി. നീ എന്തൊക്കെ തോന്നിവാസോ ഈ പറയുന്നേന്ന് ചോദിച്ചു. തോന്നിവാസോ? നീ എന്തൊക്കെ ഈ പറയുന്നത് ഗീതു? ആര് കെട്ടിയാലും താലി തന്നെയല്ലേ. ഇത് ഞാൻ കെട്ടിയതായിട്ട് നീ അങ്ങ് സങ്കല്പിച്ചോ? അതിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. നിനക്ക് പിന്നെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ തമ്മിൽ ഒന്നാവേണ്ട സമയമൊക്കെ കഴിഞ്ഞു ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. നമ്മൾ തമ്മിൽ ഒന്നായാൽ പിന്നെ ഗോവിന്ദൻ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നീ എന്താ ഈ പറയുന്നത്? നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അത്രയും പവിത്രതയെ നീ കരുതിയിട്ടുള്ളോ എന്ന് ഗീതു ചോദിച്ചപ്പോൾ, പവിത്രതയൊക്കെ നമ്മുടെ മനസ്സിലല്ലേ ഗീതു. ഇപ്പോൾ പവിത്രതയും വെച്ചുകൊണ്ടിരുന്നാലേ നമ്മുടെ ജീവിതത്തിൽ ഗോവിന്ദൻ കയറി കളിക്കും. പിന്നെ എനിക്കോ നിനക്കോ ഈ ജീവിതത്തിൽ ഒന്നാകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതെ, ഈ നിമിഷം ഇവിടെ വെച്ച് നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാം. നീ എൻ്റേതാകുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ഒരു വക ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇവൻ്റെ ഈ മട്ടും മാതിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിന് ശരിക്കും പേടിയായി. ഗീതു നേരം പറഞ്ഞു, കിഷോർ നീ എന്തൊക്കെ ഈ പറയുന്നത്? നിന്റെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു. നീ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. നീ എന്തിനാ പേടിക്കുന്നത്? ഞാനല്ലേ, നിന്റെ കിഷോറല്ലേ ഈ പറയുന്നത്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ കിഷോർ ഗീതുവിനോട്. അപ്പം നീ എൻ്റെ അടുത്തുനിന്ന് പോകാൻ പറഞ്ഞു. ഇല്ല ഗീതു, നിന്നെ എനിക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ടായി പിന്നെ ഇവൻ എന്നിട്ട് ഗീതുവിൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ അളിഞ്ഞളിഞ്ഞ് കയറിക്കൊണ്ടേയിരിക്കുന്നു. ഗീതുവിനെ എന്നിട്ട് കയറി പിടിച്ചപ്പോഴത്തേക്കും ഗീതു ഇവനെ ഉന്തി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു ഇങ്ങനെ മാറി നിൽക്കുക. ഇവൻ പിന്നെയും ഗീതുവിൻ്റെ ദേഹത്തേക്ക് ചെന്നു. വേഗം ഗീതു പിടിച്ചൊരു ഒറ്റ ഉന്തിയപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വീണു. ഗീതു സോഫയിലേക്കും വീണു. ഈ കിഷോർ ചെന്ന് ബാഗും തട്ടിമറിച്ചങ്ങ് വീണു. ആ തട്ടിമറിഞ്ഞ് വീണപ്പോഴത്തേക്കും കിഷോറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ 1 കോടി രൂപയുടെ ആ ഒരു ബോക്സ് അത് തുറന്നു പോയപ്പോൾ ഈ പൈസ മുഴുവൻ അവിടെ നിരന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഗീതു അമ്പരന്ന് പോയി. ഇവൻ്റെ കയ്യിൽ ഇത്രയും പൈസ എവിടെ നിന്നാണെന്ന്. അപ്പോൾ ഗീതു ഇവനോട് ചോദിച്ചു, ഇതെവിടുന്നാ ഇത്രയും ക്യാഷ് നിന്റെ കയ്യിൽ നിന്ന് എവിടെ വന്നു എന്ന് ചോദിച്ചപ്പം അതൊന്നും നീ അറിയേണ്ട കാര്യമില്ലെന്ന് കിഷോർ പറയാം. പിന്നെ ആരാ അറിയേണ്ടത്? നിന്റെ കൂടെ ജീവിക്കാൻ വന്നവളാണ് ഞാൻ. ഞാൻ അറിയണ്ടേ? നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഇത് നിന്നെ ഞാൻ ഗോവിന്ദന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച പൈസയാണെന്ന് പറഞ്ഞു. നിന്നെ എനിക്ക് വേണ്ട ഗീതു. ഇനി ഞാൻ സത്യങ്ങളെല്ലാം പറയാം. നീ ഇത്രയ്ക്ക് പതിവ്രത ചമഞ്ഞ സ്ഥിതിക്ക് സത്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം വലിയ ആളായിക്കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയുക. അതായത് എനിക്ക് നിന്നെ ഇനി വേണ്ട, നിന്നെ ഞാൻ ഗോവിന്ദന് തന്നെ തിരിച്ചു കൊടുക്കും. പക്ഷേ ഇത്രയും കാലം നീ എന്നെ കൊതിപ്പിച്ചതല്ലേ, നീ ഇത്രയും കാലം എന്നെ പറഞ്ഞു പറ്റിച്ചതല്ലേ, നീ എന്നുള്ളൊരുത്തിക്ക് വേണ്ടി ഞാൻ എൻ്റെ കുറേ കാലം വെറുതെ കളഞ്ഞതാ. ആ കളഞ്ഞതൊക്കെ എനിക്ക് മുതലാക്കണ്ടേ? അങ്ങനെ മുതലാക്കിയില്ലെങ്കിൽ ഞാനൊരാണായിട്ട് എന്തിനാടി ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഗോവിന്ദൻ്റെ അരികിലേക്ക് നീ പോകുന്നതിന് മുൻപ് ഞാനും നീയും ഒന്നായിരിക്കും, നീ എൻ്റേതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കിഷോർ അങ്ങ് വലിയ ആൾ വിളിച്ചങ്ങ് സംസാരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ മഹേഷ്
ഗോവിന്ദനെ വിളിച്ചു, നിർത്താതെ വിളിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഗോവിന്ദൻ കോൾ എടുക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മഹേഷ് വേറൊരു നമ്പറിൽ നിന്ന് ഗോവിന്ദനെ വിളിച്ചു. അപ്പോൾ ഗോവിന്ദൻ ഇത് ആരാണെന്ന് അറിയാതെ കോൾ എടുത്തു. ഓ, അപ്പോൾ വേറെ നമ്പർ കണ്ടാലേ നീ കോൾ എടുക്കുള്ളൂ, ഞാനാണെന്ന് അറിഞ്ഞാൽ എടുക്കില്ലല്ലേ എന്ന് മഹേഷ് ചോദിച്ചപ്പോഴേക്കും നീ എന്തിനാ വിളിക്കുന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാത്തതെന്ന് പറഞ്ഞു നമ്മുടെ ഗോവിന്ദൻ. ദേ, നിന്നോടൊരു കാര്യം ഞാൻ പറയാം, ഗീതുവിൻ്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞപ്പം അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാതിരുന്നതെന്ന് പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞേ, ഞാൻ ഈ പറയുന്ന കാര്യം നീ ശ്രദ്ധയോടെ കേൾക്കണം. ഗീതു അപകടത്തിലാണെന്നും കിഷോർ എന്ന് പറയുന്നവൻ ലോക വഞ്ചകനാണെന്നും അവൻ്റെ ഉദ്ദേശം പണം മാത്രമായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും വലിയ വിശ്വാസമൊന്നും വന്നില്ല നമ്മുടെ ഗോവിന്ദന്. നിനക്ക് ഞാനിപ്പോൾ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, നീ അത് കാണാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഗോവിന്ദൻ വണ്ടി ഒരു സ്ഥലത്തേക്ക് ഒതുക്കിയിട്ട് ആ വീഡിയോ കാണുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ നടുങ്ങിപ്പോയി. ഈ കിഷോർ എന്ന് പറയുന്ന ദുഷ്ടൻ എത്രത്തോളം മൃഗമാണെന്നുള്ള കാര്യം അപ്പോഴാണ് നമ്മുടെ ഗോവിന്ദന് മനസ്സിലായത്. അപ്പം തന്നെ ഗോവിന്ദൻ വണ്ടി എടുത്ത് തിരിച്ചു വന്നിടത്തേക്ക് തന്നെ. അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ഇപ്പോൾ അവരെവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എവിടെയുള്ളതെന്ന് അറിയില്ലെന്നുള്ള കാര്യം മഹേഷ് പറയുകയും ചെയ്തേ. അപ്പോൾ ഗീതു കിഷോറിൻ്റെ കൂടെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നതെന്നുള്ള കാര്യം ഗോവിന്ദൻ അറിയാമല്ലോ. ഗോവിന്ദൻ എന്നിട്ട് അവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോകുക മഹേഷിനോട് പറഞ്ഞിട്ട്. അങ്ങനെ ദേ അപ്പോഴത്തേക്കും ഗോവിന്ദൻ ഒരു സഹായമായിട്ട് മഹേഷും അവിടെ നിന്ന് ചെല്ലുന്നു. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. പക്ഷേ ഇവർ ചെല്ലുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയി. കാരണം ഗീതു ഇവൻ്റെ ആ ഒരു സ്വഭാവമൊക്കെ കണ്ട് ഭയങ്കരമായിട്ടങ്ങ് തകർന്നു പോയി. പക്ഷേ ഇവൻ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ ഗീതുവിൻ്റെ മനോദാല തന്നെ അങ്ങ് തെറ്റിപ്പോയി. കാരണം ഇനി ഇവൻ ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവനാണെന്ന് ഗീതുവിനങ്ങ് തോന്നുന്നു. എന്നിട്ട് ഗീതു ഇവൻ്റെ അടുത്ത് നിന്ന് ഓടി ഇപ്പുറത്തെ മുറിയിലേക്ക് ഒന്നിങ്ങനെ പേടിച്ച് നിൽക്കുവാണേ. ഇവനിനി ജീവിച്ചിരിക്കാൻ പാടില്ല, ഇവനെ കൊല്ലണം എന്ന് തന്നെ നമ്മുടെ ഗീതു തീരുമാനിക്കുന്നു. അങ്ങനെ തൻ്റെ ജീവിതവും നശിപ്പിച്ച് ഗോവിന്ദ് സാറിനെയും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തന്നോട് അപമര്യാദയായി പെരുമാറി ഇത്രയും ദ്രോഹങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ കിഷോർ എന്ന് പറയുന്ന മൃഗീയമായ ദുഷ്ടനെ നമ്മുടെ ഗീതു അങ്ങ് കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ഗോവിന്ദനൊക്കെ അവിടുന്ന് പറന്നു വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗീതു അവൻ്റെ പുറകെ ചെന്ന് അവൻ്റെ തലക്കടിച്ച് അവനെ അങ്ങ് കൊന്നു. ശരിക്കും പറഞ്ഞാൽ ഈ തലക്കടിച്ച് ആ ഒരു അവസ്ഥയിൽ ഗീതു ഇങ്ങനെ ഭ്രാന്തിയെപ്പോലെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കുമാണ് നമ്മുടെ ഗോവിന്ദന് തലച്ച് ഓടി ചെന്നപ്പോഴത്തേക്കും കാണുന്നത് ആരോട് എവിടുന്ന് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചോദിക്കണമല്ലോ. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ആരെയാ? നമ്മുടെ ഗോവിന്ദൻ്റെ അമ്മയെ. അതോടുകൂടി ഗോവിന്ദൻ അവിടെ സ്റ്റക്കായിപ്പോയി. അപ്പോഴേക്കും ഗീതു കിഷോറിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി കിഷോറിന് വക വരുത്തി. കാരണം ഇനി അവൻ ഒരു പെണ്ണിൻ്റെയും ജീവിതം കുളവാക്കരുത് എന്നുള്ളൊരിതിൽ. പക്ഷേ ഇതിനകത്ത് ഇവൻ കല്യാണം കഴിച്ചത് അവർണികയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നോ ഇതൊന്നും ഗീതുവിനറിയില്ല. എന്തായാലും ഗീതു കിഷോറിനെ കൊന്നു കളഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനോട് കൂടിയാണ് ഇടിവെട്ട് എപ്പിസോഡ് കൂടിയാണ് നമ്മുടെ കഥകൾ വരുന്നത്. വമ്പൻ വഴിത്തിരിവിലേക്കാണ് കഥ വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.